നിലമ്പൂരിൽ അങ്കത്തട്ട് ഉണരുന്നു. ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19-ന്, വോട്ടെണ്ണൽ 23-ന്. മുന്നണികളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവം. പ്രഖ്യാപനം ഉടൻ. പിണറായി സത്തിന്റെ അവസാനത്തെ ആണിയായിരിക്കും ഉപതെരഞ്ഞെടുപ്പെന്ന പി വി അൻവർ. ജനങ്ങളും പിണറായിയും തമ്മിൽ ഏറ്റുമുട്ടലാണ്. ആ ജനങ്ങളും പിണറായിയും തമ്മിൽ ഏറ്റുമുട്ടലിൽ ആരെ നിർത്തിയാലും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ആ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലെ ജനങ്ങൾ കാണാൻ പോകുന്നത്. പി വി അൻവർ യൂദാസ് എന്ന എം വി ഗോവിന്ദൻ. യൂദാസിന്റെ രൂപമാണ് യഥാർത്ഥത്തിൽ അൻവറിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്ന കാര്യം തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തോടെ പകൽ വെളിച്ചം പോലെ വ്യക്തമാകുക. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് അടൂർ പ്രകാശ്. UDF അനുകൂല സാഹചര്യമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അഫാനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ. ആത്മഹത്യാ ശ്രമം നടത്തിയത് 11 മണിയോടെ. കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട കപ്പൽ പൂർണ്ണമായി മുങ്ങി. ക്യാപ്റ്റൻ അടക്കം 24 പേരെ രക്ഷിച്ചു. കപ്പലിൽ നിന്ന് സൾഫർ ഓയിൽ ചോർന്നു. അതീവ ജാഗ്രതയിൽ തീരമേഖല. സാഹചര്യം വിലയിരുത്തി ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാനത്ത് മഴ കനത്തു. വ്യാപക കൃഷിനാശം. ഇടുക്കിയിൽ മരം വീണ് തൊഴിലാളി മരിച്ചു. മലപ്പുറത്ത് വീടിന്റെ ചുവരിടിഞ്ഞു വീണ കുഞ്ഞിന് പരിക്ക്. മലങ്കര ഭൂതത്താൻകെട്ട് ഡാമുകൾ തുറന്നു. കൊച്ചി പനമ്പിള്ളി നഗറിലെ RDS Avenue 1 ഫ്ളാറ്റിന്റെ പില്ലർ തകർന്നു. 24 കുടുംബങ്ങളോട് മാറി താമസിക്കാൻ കോർപ്പറേഷന്റെ നിർദ്ദേശം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഹൈബിയുടെ. ऑपरेशन सिंदूर सिर्फ एक सैन्य मिशन नहीं है, ये हमारे संकल्प, साहस और बदलते भारत की तस्वीर है. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തെ കുടുംബങ്ങളിലും എത്തിയെന്ന പ്രധാനമന്ത്രി. നിരവധി പെൺകുഞ്ഞുങ്ങൾക്ക് സിന്ദൂർ എന്ന പേര് നൽകുന്നതായി മോദി. സേനയെ പ്രകീർത്തിച്ച് പ്രമേയം പാസാക്കി NDA മുഖ്യമന്ത്രിമാരുടെ യോഗം. സർവകക്ഷി സംഘങ്ങൾ ലോക പര്യടനം തുടരുന്നു.